ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആഫ്റ്റർ വെഡിങ് ഇപ്പോഴാണ് കുറച്ച് ലെങ്ത് വീഡിയോ ഒക്കെ ഇട്ട് വരുന്നത് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി നാൻമണിക്കാറ്റ് വരെ പോയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. എല്ലാവർക്കും പരിചിതമായ ഒരു സ്ഥലമാണ്, ഒരു സ്പോട്ടാണ് നാൻമണിക്കാറ്റ്. ഫസ്റ്റ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ആദ്യം കണ്ടത് നമ്മൾ മൊറോക്കോ പെയിൻറ്റ് എൻഗേജ്മെൻറ്റ് നമ്മൾ വൈറത്തരം മെഹറിനെയാണ് നമ്മളെ വെഡിങ്ങിനും ആൾ വന്നിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ ചെന്ന് കയറി ബോട്ടിംഗ് ഒക്കെ എടുത്തു. അങ്ങനെ ഞാനും എൻ്റെ ഇക്കയും കൂടി ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഞങ്ങളുടെ വെഡ്ഡിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഇവിടേക്കൊക്കെ വന്ന് എൻജോയ്മെൻറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ആഫ്റ്റർ 6 ഇയേഴ്സ് ഇപ്പോഴാണ് ഒരുമിച്ച് വീണ്ടും ഒരു ബോട്ടിങ് ഞങ്ങൾ ചെയ്യുന്നത്. അത് ആ വീഡിയോയുടെ ഇടയിൽ ആൾ പറയുന്നുണ്ട് കേട്ടോ. അത്രയും നല്ല സന്തോഷമായിരുന്നു. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബോട്ട് തഴഞ്ഞു വരുന്നത്. അപ്പോഴാണ് ബ്രദറും വൈഫും പിന്നെ പാത്തുമോളും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്തെത്തി ഇടിച്ചു പിടിച്ചില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് കേട്ടോ തുഴഞ്ഞു പോയത്. വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഹായും ബായും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആഞ്ഞ് ചവിട്ടി ഒരു പിന്നാലെ വെച്ചടിച്ചു. തുഴഞ്ഞു വരുന്ന ആ വഞ്ചി കണ്ടോ ഗൈസ്, അതിലാണ് എൻ്റെ ആസിമോനുള്ളത്. അവന് ഞങ്ങൾ ബോട്ടിങ്ങിൽ കയറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ ബോട്ട് കുറച്ചും കൂടി താഴ്ന്നിരുന്നെങ്കിൽ മുങ്ങിപ്പോയേനെ. അപ്പോൾ അത് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അവനതിൽ കയറ്റി വിട്ടു. നൈറ്റായിട്ട് ഇവിടുത്തെ ലൈറ്റൊക്കെ കാണാൻ നല്ല രസമാണ്, അടിപൊളി വൈബാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചാവക്കാട് മണത്തല TNT ഷവായ ഷോപ്പുണ്ട്. ഷവായ മന്തി അങ്ങനത്തെ ഒക്കെ കിട്ടും. ന്യൂ ഷോപ്പാണ്. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു, അടിപൊളി തിരക്കായിരുന്നു. അവിടെ എത്തി ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഗൈസ്. അങ്ങനെ ഫുഡ് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് TV കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ട് കുഞ്ഞു മക്കളെ കണ്ടത്. അപ്പോഴാണ് കാർട്ടൂൺ വെച്ചിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് അവർ അടങ്ങി തിങ്ങിയിരുന്നു. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവ മാത്രം അടഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ്? അവനക്ക് ഫ്രഞ്ച് ഫ്രൈസ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട അവനക്ക്. അതും പറഞ്ഞ് അടഞ്ഞിരുന്ന് കഴിക്കാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയത് ചാവക്കാട്. പിന്നെ അവിടെ നിന്ന് എങ്ങോട്ട് തിരിയണം എന്ന് വിചാരിക്കുന്നു. ഗുരുവായൂർ പോയാന്ന് വിചാരിച്ചത്. ഗുരുവായൂർ പോയി. ഞങ്ങൾ നാത്തൂൻ ഗർഭിണി ആയതുകൊണ്ട് ഞങ്ങൾ വളിക്കാപ്പൊക്കെ നടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വളമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ ഇൻസ്റ്റയിൽ കണ്ട ഒരു ഒരു വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ ഗുരുവായൂരിലൊരു ഷോപ്പിലേക്ക് വന്നതാണ്. അപ്പോൾ വന്നപ്പോഴാണ് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല കേട്ടോ. നമുക്ക് ആവശ്യപ്പെട്ട എല്ലാ ഓർണമെൻറ്റ്സും നമുക്ക് ഇന്ന് കിട്ടും. കുറഞ്ഞ ചിലവിൽ നമുക്കെല്ലാം പർച്ചേസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മേലേക്ക് കയറിയപ്പോഴാണ് വളകളുടെ സെറ്റ്, ആ ഒരു നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ വളകളുടെ സെറ്റ് ഞങ്ങൾ കണ്ടത്. അതിൽ ഒരു സെറ്റിന് 50 രൂപ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തു. അങ്ങനെ ബില്ല് ചെയ്യാൻ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ എല്ലാ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ.